ഉമ്മൻചാണ്ടിയുടെ ഇളയ മകൾ അച്ചു ഉമ്മനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് മത്സരിപ്പിക്കണമെന്ന ആവശ്യമാണ് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിനുള്ളത്. UDFിൽ പരമ്പരാഗതമായി കേരള കോൺഗ്രസ് എം മത്സരിക്കുന്ന സീറ്റാണ് കോട്ടയം. ജോസ് കെ മാണി വിഭാഗം മുന്നണി വിട്ടുപോയ സാഹചര്യത്തിൽ സീറ്റ് പാർട്ടി ഏറ്റെടുത്ത് അവിടെ അച്ചു ഉമ്മനെ മത്സരിപ്പിക്കണമെന്നാണ് ചില കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യം. എന്നാൽ കോട്ടയം സീറ്റ് ഒരു കാരണവശാലും വിട്ടു നൽകില്ലെന്ന് ജോസഫ് കൂട്ടരും വാശി പിടിക്കുന്നുണ്ട്. ഫ്രാൻസിസ് ജോർജിനെ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനാണ് പാർട്ടിയുടെ നീക്കം. സ്ഥാനാർത്ഥി നിർണയത്തിനായി കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അടുത്തയാഴ്ച ചേരുന്നുണ്ട്. സീറ്റ് ജോസഫ് വിഭാഗത്തിന് തന്നെ നൽകാൻ UDFിലും ധാരണയായിട്ടുണ്ട്. കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റത്തിലൂടെ നഷ്ടമായ കോട്ടയം സീറ്റ് തിരിച്ചു പിടിക്കുകയെന്ന വലിയ ഉത്തരവാദിത്തമാണ് ജോസഫ് ഗ്രൂപ്പിന് മുന്നിലുള്ളത്. മുന്നണിക്കുള്ളിൽ നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ പാർട്ടിക്കുള്ളിൽ സമവായം ഉണ്ടാക്കണമെന്നും സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതീവ ശ്രദ്ധയോടെ വേണമെന്നുമുള്ള നിർദ്ദേശവും UDF നൽകിയിട്ടുണ്ട്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് UDFിലെ ഘടകകക്ഷികളുമായി കോൺഗ്രസിന്റെ ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയായി കഴിഞ്ഞു. മുന്നണിയിലെ ചെറു പാർട്ടികളായ CMPയും ഫോർവേഡ് ബ്ലോക്കും ലോക്സഭയിലേക്ക് സീറ്റ് വേണ്ടെന്നും പകരം രാജ്യസഭയിലേക്ക് പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. 3 സീറ്റ് വേണമെന്ന ആവശ്യം മുസ്ലിം ലീഗ് ഉയർത്തുന്നുണ്ടെങ്കിലും ഇത്തവണ നൽകാൻ കഴിയില്ലെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. മലപ്പുറത്തിനും പൊന്നാനിക്കും പുറമെ മലബാർ മേഖലയിൽ തന്നെ ഒരു സീറ്റ് കൂടി അധികമായി വേണമെന്നാണ് ലീഗിന്റെ ആവശ്യം. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ വയനാട് സീറ്റ് വേണമെന്ന് ആവശ്യപ്പെടാനാണ് ലീഗ് ഉന്നമിടുന്നത്. മുസ്ലിം ലീഗ് നേതൃത്വത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും UDF യോഗത്തിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനമുണ്ടായെന്നും കോൺഗ്രസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. നേരത്തെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കില്ലെന്ന വാർത്തകളും അഭ്യൂഹങ്ങളും പ്രചരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വയനാട് സീറ്റ് ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് രംഗത്ത് വന്നത്. മലബാറിൽ ഒരു സീറ്റ് കൂടി വേണമെന്നാണ് ലീഗ് ഉന്നയിക്കുന്ന ആവശ്യം. രാഹുൽ ഗാന്ധി മാറി നിൽക്കുകയാണെങ്കിൽ ജയപ്രതീക്ഷയുള്ള വയനാട് സീറ്റ് തന്നെ ചോദിക്കാമെന്നായിരുന്നു പാർട്ടിയുടെ ലക്ഷ്യം. അതല്ലെങ്കിൽ കണ്ണൂർ വടകരയാണ് ലീഗിന്റെ ആവശ്യം. നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് തന്നെ പരമാവധി സീറ്റ് ഉറപ്പിക്കുവാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലീഗിന്റെ 3ാം സീറ്റ് എന്ന മോഹം നടക്കില്ലെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. കേരള കോൺഗ്രസ് ജേക്കബ് RSP നേതാക്കളുമായും കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തിയിരുന്നു. കൊല്ലം സീറ്റിൽ ഇത്തവണയും RSP തന്നെ മത്സരിക്കും. അടുത്ത ഘട്ട ചർച്ചകൾ ഫെബ്രുവരി 5-നുള്ളിൽ നടക്കും. ഈ ചർച്ചയോടെ തന്നെ സീറ്റ് ധാരണയുണ്ടാക്കാനാണ് നേതൃത്വത്തിന്റെ ശ്രമം. ഇനി തിരുവനന്തപുരം മണ്ഡലത്തിൽ മുതിർന്ന നേതാവ് പന്ന്യൻ രവീന്ദ്രനെ മത്സരിപ്പിക്കാൻ CPIയിൽ ആലോചനയുണ്ട്. ഇത്തവണ ശക്തനായ നേതാവിനെ പരിഗണിപ്പിച്ച് മത്സരം കടുപ്പിക്കണമെന്ന വികാരവും പാർട്ടിയിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് പന്ന്യന്റെ പേര് പരിഗണിക്കപ്പെടുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തോട് വിമുഖത കാട്ടി നിൽക്കുന്ന അദ്ദേഹം മത്സരിക്കാൻ തയ്യാറാകുമോ എന്നും ഉറ്റുനോക്കപ്പെടുന്നുണ്ട്. ഇക്കുറി തിരുവനന്തപുരത്ത് കോൺഗ്രസിന് വേണ്ടി ശശി തരൂർ തന്നെയാകും മത്സരിക്കുക. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിട്ടില്ലെങ്കിലും തരൂരിനോട് തയ്യാറെടുക്കാൻ നേതൃത്വം നിർദ്ദേശിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. BJPക്ക് വേണ്ടി ആര് മത്സരിക്കുമെന്ന ആകാംക്ഷ ഇനിയും നിലനിൽക്കുകയാണ്. ദേശീയ നേതാക്കളെ പരിഗണിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ പേര് ഇവിടെ പരിഗണിച്ചേക്കുമെന്നാണ് സൂചന.